ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടി ദശമസ്കന്ധമാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ ബ്രഹ്മസ്തുതിയാണ് ഇപ്പം. ഭഗവാന് മുമ്പില് നിൽക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവ് എല്ലാ സത്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് താൻ മറച്ചു വെച്ചതായിട്ടുള്ള ഗോപന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ ഭഗവാൻ തന്നെ സൃഷ്ടിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി താൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ താനാണെന്ന് വിചാരിക്കുന്ന വെറും മണ്ടത്തരമാണ്. ബ്രഹ്മാവ് മുതല് അല്ലെ ഇങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് എല്ലാവരും, അല്ലെങ്കിൽ അണു മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകലരും അവരവരുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും താനാണ് എന്നുള്ള ഒരു തോന്നല് നമ്മളുടെ ഉള്ളിലൊക്കെ മായികമായിട്ട് വന്ന് പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെയൊക്കെ ഭഗവാൻ ഇതാ ഇവിടെ ഇല്ലാണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്രഹ്മാവിന്റെ മുമ്പിൽ. അപ്പൊ ഈ ബ്രഹ്മാവ് തന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഒരു അത്ഭുതത്തെ കാണിച്ച് അതിനെ ഉറച്ച് ഉള്ള ബുദ്ധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ വീണ് നമസ്കരിക്കുകയാണ്. ആ പിഞ്ചു പാദങ്ങളിൽ അല്ലേ ഓടി നടക്കുന്ന പ്രായം, കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ആ ഉണ്ണിക്കണ്ണനെ നമസ്കരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം വേറൊരു ഭാവമൊന്നും ചിന്തിക്കാനില്ല അവിടെ. ഇനി നിർഗുണമായിട്ടോ അല്ലെങ്കിൽ ചതുർബാഹുവായിട്ടോ കാരണം എന്താണ്, പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ഇപ്പൊ ഭഗവാനാന്നുള്ളത് വ്യക്തമായി. ഇപ്പൊ ഇനി ഒരു പ്രത്യേക ഒരു രൂപം സാദൃശ്യമൊക്കെ, എല്ലാ രൂപവും ആരുടെയാണ്? ഭഗവാൻ തന്നെയാണ്. പന്നിയായിട്ട് വന്നാലും പട്ടിയായിട്ട് വന്നാലും സിംഹമായിട്ട് വന്നാലും ഇപ്പോ ബ്രഹ്മാവിന് എന്താണ് സകൃത അല്ലെ ജലാഭിഷേകം. അവിടെ അശ്രു ജലം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ കഴിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ മനസ്സ് മുഴുവൻ പൂർണ്ണമായി അല്ലെ. തന്റെ ഉള്ളിലുള്ള ആ യഥാർത്ഥമായിട്ടുള്ള തെറ്റുകള് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകള്, ആ എന്താണ് ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ അങ്ങോട്ട് പൊക്കിയെടുത്തു മനസ്സിൽ നിന്ന്. പൊക്കിയെടുത്ത് ആ കണ്ണിൽ കൂടി ധാരധാരയായിട്ട് താൻ അതിനെ ആ പാദങ്ങളിലേക്ക് സ്വീകരിച്ചു എന്ന് പറയാണ്. അപ്പം ആ 4 മുഖങ്ങളെ കൊണ്ടും 8 കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകുന്നതായിട്ടുള്ള കണ്ണീര് എന്തിന്റെ കണ്ണീരായിരുന്നു യഥാർത്ഥത്തില്? തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള തെറ്റിദ്ധാരണകളുടെ അല്ലെ ആ എന്താണ് മാലിന്യങ്ങള്, ഉള്ളിലുള്ള മാലിന്യങ്ങളെ ഭഗവാൻ അങ്ങോട്ട് വലിച്ചെടുത്തു. അത് കണ്ണിലൂടെ അത് എങ്ങോട്ട് സമർപ്പിച്ചു? ഭഗവാന്റെ പാദങ്ങളിലേക്ക് അവർ സമർപ്പിച്ചു. ഇപ്പൊ എന്താ? ഇപ്പൊ ശുദ്ധായി അവിടെ അല്ലെ, ഇപ്പൊ പൂർണ്ണമായിട്ട് ശുദ്ധമായി അവിടെ. തന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ അത് എങ്ങോട്ട് സമർപ്പിച്ചു? ഭഗവാനിലേക്ക് തന്നെ അങ്ങോട്ട് ലയിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും. കാരണം എന്താണ് സംശയമില്ലാത്തത്? ഭഗവാൻ എന്താണ്? ഭഗവാന് മാലിന്യമായാലും ശുദ്ധമായാലും അശുദ്ധമായാലും ഭഗവാൻ സ്വീകരിക്കാൻ തയ്യാറാകാം. കാരണം എന്താണ്? ഭഗവാൻ ഇത് ബാധിക്കുന്നില്ല, വികാരഭേദം അവിടെ ഉണ്ടാകുന്നില്ല അല്ലെ. ജ്ഞാനവും അജ്ഞാനവുമാണ് യഥാർത്ഥത്തിൽ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏത് അഗുണമായിട്ടുള്ളതും ഗുണമായിട്ടുള്ളതും ഒക്കെ സ്വീകരിക്കാം. കാരണം അതുണ്ടാക്കിയതും അവിടുന്ന് തന്നെയാണ്. നമുക്ക് മാത്രം ഈ ഭേദബുദ്ധി, അത് നല്ലതാണ്, ഇത് ചീത്തയാണ് അല്ലെ, അവര് കൊള്ളില്ല ഇവര് കൊള്ളും എന്നുള്ള ഒരു ഭേദബുദ്ധിയൊക്കെ എന്താണ്? നമ്മളുടെ ആ ഉള്ളിലുള്ള പൊട്ടബുദ്ധിയാണ്. ഇതെല്ലാം മനസ്സിലായതായിട്ടുള്ള ബ്രഹ്മാവ്, ആ പരംജ്യോതിയായിട്ടുള്ള ഭഗവാനിതാ ആ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കണ്ടുകൊണ്ട് അവിടെ നമസ്കരിക്കുന്ന സ്തുതിയാണ് ഇവിടെ. അപ്പം സ്തുതിക്കുമ്പോഴും ബ്രഹ്മാവ് പറയുന്നുണ്ട്, ഇനിയിപ്പൊ ഞാനിപ്പോ ചതുർബാഹുവിനെ ഒന്നും അന്വേഷിച്ചു പോകുന്നൊന്നുമില്ല. പിന്നെന്താണ്? എല്ലാം ഈശ്വരനാണെങ്കിൽ പിന്നെ ആരെയാണ് സ്തുതിക്കാൻ വയ്യാത്തത്? അങ്ങനെയുള്ള സ്തുതി നമ്മളിതാ 25-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആത്മാനം ഏവമാത്മതയാ വിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തൽപ്രലീയതേ യജ്വാമഹേർഭോഗവതാ ഭോഗഭവാഭവോ യഥാ അല്ലെ. അത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ തന്റെ ഉള്ളിലുള്ള ഈ ബോധസ്വരൂപനാണ് തന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ള ഒരു ആ ആത്മാവ്. അപ്പം ആ ആത്മാവിനെ ആത്മാവായിട്ട് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനം കൊണ്ട് അവര് എന്ത് ചെയ്യും? ഈ പ്രപഞ്ചമൊക്കെയാണ് സത്യമെന്ന് തോന്നും. നമുക്ക് തോന്നും നമ്മൾ ചെയ്തൊക്കെയാണ് സത്യമെന്ന് അവിടെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം തോന്നും. എന്നാൽ ഗുരുനാഥന്റെ ഒക്കെ ഉപദേശം ഉണ്ടെങ്കിൽ അല്ലെ, തേനീവജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപിച്ച തൽപ്രലീയതേ.
എന്നാൽ ഒരു ഗുരുനാഥന്റെ ഉപദേശം കൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ ഒക്കെ നമ്മൾ എന്താണ് മിഥ്യയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അല്ലെ? ഇപ്പം ബ്രഹ്മാവിന് മനസ്സിലായതായിട്ടുള്ള ആ ഒരു കാര്യം, ഇപ്പം അങ്ങനെ വരുമ്പം ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്നുള്ള ഒരു അവസ്ഥ അത് ഇല്ലാണ്ടാകുന്നത്, നശിക്കുന്നു എന്ന് പറയാണ്. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞാണ് കയറ് പാമ്പായിട്ട് തോന്നുന്നു അല്ലെ? പാമ്പല്ല എന്ന് അറിയുന്നത് വരെ എന്താ അല്ലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു രീതി. അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് അതിൽ നിന്ന് മാറുന്നു. ഇതേ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ജാഗ്രതത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം എല്ലാം തന്നെ. ഇതൊക്കെ മാറി 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 വരുന്നതാണ്. ഇതിന്റെയൊക്കെ ആധാരം എന്താണ്? ഇതിന്റെയൊക്കെ ആധാരം നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നതായിട്ടുള്ളതും ഒക്കെ ആ ഭഗവാനാണ് എന്നുള്ള ഒരു സത്യത്തെ അവിടെ ഉറപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാവ്. നമുക്ക് അടുത്ത 26-ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. അജ്ഞാന സംജ്ഞോ ഭവബന്ധമോക്ഷോ ജൗ നാമനന്യോ ഹൃതജ്ഞഭാവാൽ അജസ്രജിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനീ. അജ്ഞാനം ജ്ഞാനം ഇതാണ് നമ്മളുടെ മനസ്സിന്റെ ഭാവങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അജ്ഞാനം എപ്പോഴാണ് ഉണ്ടാവുക? അജ്ഞാനം എപ്പോഴാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ബോധസ്വരൂപിനെ നമ്മൾ മറക്കുമ്പോൾ. ഇപ്പൊ ബ്രഹ്മാവിന് മനസ്സിലാക്കിയില്ലേ? ബ്രഹ്മാവ് എന്താ വിചാരിച്ചത്? താനാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കുന്നത്. തനിക്ക് എന്തിനെ സൃഷ്ടിക്കുകയും ചെയ്യാം, മാറ്റുകയും ചെയ്യാം, ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യാം. അത് എവിടെ പറ്റും? എവിടെയാ പറ്റുന്നത്? അജ്ഞത കൊണ്ട് ഇന്ന് അല്ലെ ബുദ്ധിമുട്ടുന്നവരുടെ മുമ്പിൽ വെച്ച് അത് സാധിക്കുമായിരിക്കും. ഇപ്പൊ മനസ്സിലായി ഇതൊന്നും അല്ലെ യഥാർത്ഥമായിട്ടുള്ള സത്യമല്ല. താൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത്രേ താൻ എന്തൊക്കെ മാറ്റിയിട്ടുണ്ടോ അതൊക്കെ. ഇനി താൻ മാറ്റിയെന്ന് വിചാരിച്ചാൽ താൻ മാറ്റിയത് എങ്ങനെയാ? ഇനി അതുകൊണ്ട് ഈ ഗോപന്മാരെയും പശുക്കുട്ടികളെയൊക്കെ മാറ്റാനുള്ള സൃഷ്ടിക്കുള്ള കാരണം ആരാണ്? അതും ഭഗവാൻ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഈ മാറ്റിക്കുന്നതും ഭഗവാനാണ്. പിന്നെയോ അതേപോലെ തന്നെ അപ്പം ഈ ഭഗവാന് ബ്രഹ്മാവിനെ കൊണ്ട് ഇത് മാറ്റിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ഭഗവാന് പിന്നെ അത് സൃഷ്ടിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഭഗവാൻ സൃഷ്ടിച്ചത് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് അത് മാറ്റിച്ചത് ബ്രഹ്മാവിനെ കൊണ്ട്. അങ്ങനെയുള്ള ആ ഒരു സത്യത്തെ ഉറപ്പിച്ചിട്ടുള്ളവര്, അങ്ങനെയുള്ളവരാണ് ജ്ഞാനികള് അല്ലെ? അങ്ങനെ അജ്ഞാന സ്വപ്നോ ഭവബന്ധമോക്ഷോ ജൗ നാമനന്യോ ഹൃതജ്ഞഭാവാൽ. അപ്പം അവിടെ പറയുന്നത് അജ്ഞാനം എന്നും ജ്ഞാനം എന്നും അറിയപ്പെടുന്നതായിട്ടുള്ള രണ്ട് അവസ്ഥയാണ് നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും സുഖങ്ങൾക്കും കാരണം. സുഖദുഃഖ ഹേതു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജ്ഞാനവും അജ്ഞാനവുമാണ്. ഇത് രണ്ടും നമ്മളെ ബാധിക്കരുതെന്നാണ് പറയുക അല്ലെ? സുഖമായാലും ദുഃഖമായാലും അതൊന്നും നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുന്നില്ല. അപ്പം ഇവിടെ ഈ അജ്ഞാനം എന്നുള്ളത് ബന്ധനത്തിനും പിന്നെയോ ജ്ഞാനം എന്നുള്ളത് അത് മോക്ഷത്തിന് ഉപയോഗം. മോക്ഷം എന്ന് പറഞ്ഞാൽ വേറെ എന്താണ്? ഒന്നുമില്ല, മോചനം അല്ലെ? ഈ അജ്ഞാനത്തിൽ നിന്നുള്ളൊരു മോചനം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അജസ്രജിത് ആത്മനി കേവലേ പരേ വിചാര്യമാണേ തരണ വിവാഹിനി. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാല് ജ്ഞാന സ്വരൂപിയും പിന്നെയോ പരമാർത്ഥ സത്യവുമായിട്ടുള്ള ആ ഈശ്വരനിൽ നിന്ന് ഒട്ടും തന്നെ ഒന്നും വ്യത്യസ്തങ്ങളല്ല അല്ലെ? ശരിക്കും പറഞ്ഞാല് ഈ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും അജ്ഞാനവും ബാധിക്കുന്നുണ്ടോ അവിടെ? ഇല്ല അല്ലെ? കാരണം രണ്ടും ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കുന്നില്ല. കാരണം ഇതിലൊക്കെ സത്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ സ്വീകരിക്കുകയുള്ളൂ, സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ അവിടെ. അപ്പം ഒരു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും അവിടെ ബാധകമല്ലാത്തതുപോലെ എങ്ങനെയാണ് പറയുന്നത്? വിചാര്യമാണ് തരണാവിവാഹനീ. അപ്പം തരണവും അല്ലെ, തരണാവിവാഹിനി, തരണവും അഹനി ഇവ എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ആദിത്യനില് എങ്ങനെയാണോ ഈ സൂര്യൻ അല്ലെ രാപ്പകലുകൾ അല്ലെങ്കിൽ ഉദയവും അസ്തമനവും ഒക്കെ ഉണ്ടാകുമ്പം ആദിത്യന് എന്താ സംഭവിക്കുക? ആദിത്യന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിക്കും അല്ലെ, അയ്യോ സമുദ്രത്തിലേക്ക് ഇതേ താന്നു പോയി, വെള്ളത്തിന് അടിയിലോട്ട് പോയി, അതുകൊണ്ട് ഇവിടെ വെളിച്ചമില്ലാതെ ഇരുട്ടായത് എന്ന് നമ്മൾ പറയാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. കുറച്ചുകൂടി അങ്ങോട്ട് ആയപ്പോഴത്തേക്കും മനസ്സിലായി ആദിത്യനല്ല താന്നു പോകുന്നത്, പിന്നെ ആരാണ്?
നമ്മളുടെ ഭൂമിയാണ് അല്ലെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് എന്നുള്ളത് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ ആദിത്യനെ സംബന്ധിച്ചിടത്തോളം ഉദയവും അസ്തമനവും ഉണ്ടോ? ഇല്ല. അത് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് ആദിത്യനെ കാണാതാകുമ്പം അത് രാത്രിയായിട്ടും അല്ലെ ആദിത്യനെ കാണുമ്പോൾ അത് പകലായിട്ടും നമുക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനമായിട്ടും അജ്ഞാനമായിട്ടൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും അവിടെ ബാധിക്കുന്നില്ല. അപ്പം ബന്ധനത്തിന് കാരണമായിട്ടുള്ള അജ്ഞാനം അതുപോലെ തന്നെ മോക്ഷത്തിന് കാരണമായിട്ടുള്ള ജ്ഞാനവും ആണ് ഈ ഒരു ശ്ലോകത്തിലെ ഏറ്റവും വലിയൊരു പരമാർത്ഥ സത്യം. അപ്പം പരബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വന്ദ്ങ്ങളിലൊന്നും അവിടെ പ്രത്യേകിച്ച് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല അല്ലെ. എങ്ങനെയാണ് പറയുന്നത്? ഭൂമിയെ ആസ്പദിച്ച് നിശ്ചലനായിട്ടുള്ള ആദിത്യൻ എങ്ങനെയാണോ ഉദയാസ്തമനങ്ങളെ അവിടെ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ആദിത്യനെ ബാധിക്കുന്നത്, അതേപോലെയാണ് ഈ ജ്ഞാന അജ്ഞാനങ്ങളൊക്കെ ജ്ഞാനികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളവും എന്ന് അവിടെ പറയുന്നു. അപ്പം ആദിത്യന് ഉദയാസ്തമനങ്ങൾ ഇല്ല എന്നുള്ള ആ ഒരു ദൃഷ്ടാന്തം അല്ലെ, അത് ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. ദൃശ്യമാകുന്നതൊക്കെ ഉദയം അല്ലെ, ദൃശ്യമാകുന്നത് ഉദയമാണെന്നും അതുപോലെ തന്നെ അത് ഇതിൽ നിന്നും അല്ലെ അസ്തമിക്കുമ്പോൾ അദൃശ്യമാകുമ്പോൾ നമ്മളിൽ നിന്ന് അത് സൂര്യനെ കാണാതാവുമ്പോൾ അത് അസ്തമനം ആണ് എന്നുള്ളത് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മളുടെ കാഴ്ചയും അല്ലെ കാഴ്ചയില്ലായ്കയാണ്. അപ്പൊ നമ്മളിലുണ്ടാകുന്ന ഇരുട്ടും വെളിച്ചവുമാണ് യഥാർത്ഥത്തിൽ അവിടെ ബാധിക്കുന്നത്. അപ്പം ഭൂമി ഗോളാകൃതിയാണെന്നും സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അങ്ങനെ രാപ്പകലുകളൊക്കെ യഥാർത്ഥത്തില് അല്ലെ ഉണ്ടാവുന്നു എന്നുമുള്ള ആ ഒരു തത്വം കൊണ്ട് നമുക്ക് നോക്കുമ്പം സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും, സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് അല്ലെ, സൂര്യൻ ജ്വലിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു. അപ്പൊ അനാദി കാലം മുതൽക്കേ തന്നെ ഋഷീശ്വരന്മാര് ഇത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സൂര്യന് ഉദയാസ്തമനങ്ങൾ ഇല്ല എന്നുള്ള ഒരു വസ്തുതയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഇവിടെ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ബാധകമല്ല. സുഖദുഃഖങ്ങൾ ബാധകമല്ല. സുഖദുഃഖങ്ങൾ ബാധകമാകുന്നത് എപ്പോഴാണ്? ജ്ഞാനോ അജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. പിന്നെന്താണ് പറഞ്ഞത്? ത്വാമാത്മാനം പരം മത്വാ പരമാത്മാനമേവ ച ആത്മാ പുനർബഹിർമൃഗ്യ അഹോജ്ഞജനതാ. പിന്നെയോ അവിടെ പറയാണ്, ഗൃഹങ്ങളിലെ അന്തർഭാഗത്ത് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു വസ്തുവിനെ കാട്ടിൽ അന്വേഷിക്കുന്ന പോലെയാണ്. ഗൃഹത്തില് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നേരെ പോവുകയാണ്, കാട്ടിൽ പോയി എന്ന് നോക്കാം, ഇനി അവിടെ എങ്ങനെ കിടപ്പുണ്ടോ നോക്കിയാലോ എന്ന് പറയുന്ന ഉള്ള ഒരു വലിയൊരു അജ്ഞതയാണ് ശരിക്കും അല്ലെ. മൂഢന്മാരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈശ്വര അന്വേഷണം എന്നുള്ളത് അത്ര തന്നെയുള്ളൂ. ത്വാമാത്മാനം പരമത്വാ പരമാത്മാനമേവച ആത്മാ പുനർബഹിർമൃഗ്യ അഹോജ്ഞജനതാജ്ഞത. ആത്മാവായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള നിന്തിരുവടി അല്ലെ, ആ നിന്തിരുവടി ഇവിടെ തന്റെ ഉള്ളിൽ ബോധസ്വരൂപനായിക്കൊണ്ട് ആത്മചൈതന്യമായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ജനങ്ങളെ, മൂഢന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? അവരെന്നിട്ട് അല്ലെ ഇല്ലാത്തതായിട്ടുള്ള തീർത്ഥാടനങ്ങളും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുക. എന്നിട്ട് എന്തെങ്കിലും എന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഇരട്ടി ദുരിതമായിട്ട് വരികയും ചെയ്യും. അപ്പം യഥാർത്ഥത്തില് ക്ഷേത്രങ്ങളൊക്കെ നമ്മള് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ഉള്ളിലുള്ള അല്ലെ ആ ആത്മചൈതന്യത്തിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. എന്നിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ ഒരു മൂഢത്വം കൊണ്ട് ഈശ്വരാന്വേഷണം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ജനങ്ങളുടെ അവസ്ഥ. അപ്പം ആത്മസ്വരൂപമായിട്ടിരിക്കുന്ന ഈശ്വരനെ ഈ ദേഹാദി അനാത്മവസ്തുക്കളായും ആത്മാവല്ലാത്ത ദേഹാദി പ്രപഞ്ചത്തെ ആത്മാവായിട്ടും ധരിക്കുക, ആത്മാവല്ലാത്ത ദേഹാദി പ്രപഞ്ചത്തെയൊക്കെ ആത്മാവായിട്ട് ധരിക്കുക. പിന്നെയോ ഈ ദേഹാദി
അനാത്മ വസ്തുക്കളായിട്ടും ആത്മാവല്ലാത്ത ദേഹാദി പ്രപഞ്ചത്തെ ആത്മാവായിട്ടും ധരിക്കുന്ന ഒരു രീതിയാണ് ഇന്ന്. അപ്പം ചൈതന്യവൃത്തമായിട്ടുള്ള ആ ഭഗവാനെ വിട്ടിട്ട് ഈ പ്രപഞ്ചത്തെ സത്യമായിട്ട് സ്വീകരിച്ച് അതിൽ ഭ്രമിച്ച് അന്വേഷിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ മൂഢരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആത്മാ ബഹിർമൃഗ്യ അഹോജ്ഞ ജനതാജ്ഞയ. അപ്പം ആത്മാവ് പുറമെയാണെന്ന് വിചാരിച്ചുകൊണ്ട് അന്വേഷിക്കുന്ന ഒരു വിചാരം, അതാണ് അവിടെ മൃഗ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് വിചാരിക്കുന്ന ഒരു രീതി. അതിനാണ് അവിടെ ആ ഒരു ഭാഷ. എന്നുവെച്ചാൽ പശുബുദ്ധി എന്ന് പറയല്ലേ, മൃഗങ്ങളുടെ ബുദ്ധിയാണെന്നർത്ഥം. അതിൽ നിന്ന് വേർതിരിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെയുള്ള ആ മൂഢജനങ്ങളുടെ വിവരക്കേട് വലിയൊരു ആശ്ചര്യം തന്നെയാണ്. അഹോ അല്ലെ, അഹോജ്ഞ ജനതാജ്ഞത, അത് വലിയൊരു ആശ്ചര്യമായിട്ട് തോന്നുകയാണ്. അപ്പം ജഡമായത് ഏത് എന്ന് അറിയാൻ വയ്യാതെയുള്ള ഈ ഒരു അധ്യാസം നിമിത്തം അവയെ മറിച്ച് ഈശ്വരനെ മറ്റെവിടെയോ ഒക്കെ അന്വേഷിച്ച് നടക്കുന്നു. ഇങ്ങനെ സർവ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവസ്വരൂപേണ പ്രാണനായിക്കൊണ്ട് അല്ലെ, വായുവായിക്കൊണ്ട് അവിടെ വർത്തിക്കുന്നത് ഈശ്വര ചൈതന്യമാണെന്നുള്ള സത്യത്തെ അറിയാൻ വയ്യാതെ ഇന്ന് അജ്ഞന്മാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഈശ്വരനെ അന്വേഷിച്ച് എവിടെയാണ് പോകുന്നത്? കാട് കയറുന്നു അല്ലെ. കാട് കയറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടിലുള്ള സാധനം, അല്ലെങ്കിൽ വീട്ടിൽ ഒരു സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതേ ഒരു അവസ്ഥയാണ് യഥാർത്ഥം ഇന്നത്തെ ജനങ്ങള്. എന്നിട്ടോ അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? കണ്ടെത്താൻ സാധിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പം ആ ഭരതരഘുഗണ സംവാദത്തിലൊക്കെ പറയുന്നതായിട്ടുള്ള ആത്മ അനാത്മ വിവേകത്തെ പറ്റി വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് ഇതാ ഉള്ള ഒരു അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത്. അങ്ങനെയുള്ള അജ്ഞാനികളുടെ ആത്മാന്വേഷണം അബദ്ധ ജഡിലം ആണെന്ന് സ്ഥാപിച്ചുകൊണ്ട് വിവേകികളുടെ പന്ഥാവ് എന്താണെന്നുള്ളത് ഇനി കാണിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. എന്താണ്? അന്തർഭവേനന്തഭവന്തമേവ ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്ത അസന്തമപ്യന്ത്യഹിമന്തരേണ സന്തം ഗുണം തം യന്തി സന്തഃ. ഇവിടെ പറയുന്നു, ഈ പറഞ്ഞതായിട്ടുള്ള ദേഹാദി അല്ലെ ജഡമായിട്ടുള്ള വസ്തുക്കളിലുള്ള ഈ ഒരു ആത്മഭാവത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന ജ്ഞാനികളായിട്ടുള്ളവര്, ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനികള്, അവര് ആത്മസ്വരൂപിയായിട്ടുള്ള അങ്ങേ അല്ലെ താങ്കളുടെ ആ ഹൃദയ അന്തർഭാഗത്തില് സാക്ഷാൽ ഈശ്വരനായി കണ്ടുകൊണ്ട് അതിനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് സാക്ഷാത്കരിക്കുന്നു. അപ്പം ഇവിടെയും പറയുന്നതാണ്, സർപ്പം എന്ന മിഥ്യാസങ്കല്പത്തെ പൂർണ്ണമായും ത്യജിച്ചാൽ മാത്രമേ യഥാർത്ഥത്തില് കാണുന്നത് സത്യത്തിൽ കയറ് തന്നെയാണ് എന്ന് ബലമാവുകയുള്ളൂ അല്ലെ. അസന്തമപ്യ അന്ത്യ അഹിമന്തരേണ. അഹി എന്ന് പറഞ്ഞാൽ സർപ്പം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു എന്താണ് ഉദാഹരണം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. സന്തം ഗുണം തം കിമുയന്തി സന്ത. അപ്പം യഥാർത്ഥത്തിൽ അത് ഈ അജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ പേടി അവിടെ നിന്ന് ഇല്ലാണ്ടാവൂ അല്ലെ. പാമ്പ് അല്ല എന്നുള്ളത് ഉറപ്പിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അവിടെ. അപ്പം അജ്ഞാനം അതിന്റെ വേര് അല്ലെ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ വിവേകം അവിടെ ഉദിക്കുകയുള്ളൂ എന്ന് നമുക്ക് ആ രജ്ജു സർപ്പന്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അപ്പം ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ആര്? വിവേകികളായിട്ടുള്ള ജ്ഞാനികള്. അവര് ആ അനാത്മാവായിട്ടുള്ള ജഡമായിട്ടുള്ള വസ്തുക്കളില് ഒരിക്കലും ആത്മതത്വബോധത്തെ ഒക്കെ പാടെ അവർ നിരാകരിച്ച് അല്ലെ നിരാകരിക്കാണ്. അതുകൊണ്ട് എന്താണ്, അവർക്ക് എന്നും പോകണ്ട. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷിച്ച് നടക്കില്ല ഈശ്വരനെ. കാരണം എന്താണ്, തന്നിൽ തന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഈശ്വരൻ എന്നുള്ള ഒരു ഉറച്ച ബോധ്യം അവരിൽ ഉണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് അജ്ഞാനത്തിന്റെ ഒരു കണിക പോലും ആ ആത്മദർശനം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ശരിക്ക്
ഈ ഒരു ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്താണ്? ഭക്തി മാർഗം മാത്രമാണ് എന്നുള്ളത് അവിടെ അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ, അത് അവലംബിച്ചാൽ മാത്രമേ യഥാർത്ഥത്തില് ഈ ഒരു ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ്. ഇനിയിപ്പം ആ ഭക്തി യോഗത്തെ കുറിച്ചൊക്കെയാണ് അവിടെ ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ അനുസ്മരിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത ദിവസം ഉപാസനയിൽ നമുക്ക് അനുസ്മരിക്കാം. ഇപ്പൊ ആ പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോ